നമസ്കാരം. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയത് മുതൽ ഇന്ന് വരെയുള്ള ആ ഒരു യാത്രയെക്കുറിച്ചും ഇനി അങ്ങോട്ട് അതായത് 2047 ഒരു വികസിത രാജ്യമാകാനുള്ള ഇന്ത്യയുടെ ആ വലിയ സ്വപ്നത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വാ, നമുക്ക് ഈ യാത്രയൊന്ന് അടുത്തറിയാം. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? 100 കോടിയിലധികം ജനങ്ങളുള്ള ഇത്രയും വലിയൊരു രാജ്യം എങ്ങനെയാണ് ഒരു വികസ്വര റിപ്പബ്ലിക്കിൽ നിന്ന് പതിയെ ഒരു ആഗോള നേതാവായി മാറാനുള്ള ഈ വഴിയൊരുക്കുന്നത്? എന്തൊക്കെയാണ് ഇതിന് പിന്നിലെ കാര്യങ്ങൾ? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ നിന്നാണ് ഈ യാത്രയുടെ തുടക്കം. അത് ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറിയ സമയത്ത് തന്നെ കെട്ടിപ്പടുത്ത ആ ഒരു ശക്തമായ അടിത്തറയിൽ നിന്നാണ്. നിങ്ങൾ നോക്കൂ, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? ശരിക്കും പറഞ്ഞാൽ വെല്ലുവിളികളുടെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു. പക്ഷേ അതിനുശേഷം ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തികം, റോഡുകൾ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഇങ്ങനെ എല്ലാ മേഖലകളിലും രാജ്യം പതിയെ പതിയെ ഒരു വലിയ മുന്നേറ്റം നടത്തി. ഈ മാറ്റം അത് തന്നെയാണ് ഇന്നത്തെ ഇന്ത്യയുടെ വളർച്ചയുടെ ആണിക്കല്ല് എന്ന് പറയാം. പിന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ പറയാം, അത് നമ്മുടെ ജനാധിപത്യം തന്നെയാണ്. നമ്മുടെ അയൽരാജ്യങ്ങളായ പാകിസ്ഥാനിലും മ്യാൻമറിലും ഒക്കെ നോക്കിയാൽ അവിടെയൊക്കെ പലപ്പോഴും രാഷ്ട്രീയ അസ്ഥിരതകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇന്ത്യയുടെ ആ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം അത് രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വളർച്ചയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു അത്. ഒരു കാലത്ത് അമേരിക്കയെപ്പോലുള്ള വിദേശ ശക്തികളുടെ ഇടപെടലുകളെ പ്രതിരോധിക്കാൻ പാടുപെട്ടിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. എന്നാൽ ഇന്ന് കഥ മാറി. ഇന്ന് ഇന്ത്യ ദക്ഷിണേഷ്യയിലെ ഒരു പ്രധാന നേതാവാണ്. മാത്രമല്ല, നമ്മുടെ അയൽ രാജ്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവർക്ക് മാനുഷികവും സാമ്പത്തികവുമായ സഹായം നൽകുന്ന ഒരു പ്രധാന ശക്തിയായി ഇന്ത്യ വളർന്നു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടി അടുത്ത കാലത്തേക്ക് വരാം. അതായത് കഴിഞ്ഞൊരു 10 വർഷത്തെ കഥയിലേക്ക്. ഈ ഒരു കാലഘട്ടം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഒരു പ്രത്യേക വേഗത കൈവന്ന സമയമാണ്. രാജ്യം ഒരു പുതിയ ഗിയറിലേക്ക് മാറിയതുപോലെ അത്രയ്ക്ക് വേഗത്തിലായിരുന്നു മാറ്റങ്ങൾ. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒരു വൻ കുതിച്ചുചാട്ടം തന്നെയാണ് ഈ സമയത്ത് നമ്മൾ കണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ദേശീയപാതകളുടെ നീളം വെറും 10 വർഷം കൊണ്ട് 60% വർദ്ധിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് ചരക്ക് നീക്കവും യാത്രയുമൊക്കെ എത്രമാത്രം എളുപ്പമാക്കിയിട്ടുണ്ടാവും എന്ന്. അതുപോലെ നഗരങ്ങളിലെ യാത്രയുടെ കാര്യവും മാറി. മെട്രോ റെയിൽ നിർമ്മാണത്തിന്റെ വേഗത 9 മടങ്ങാണ് വർദ്ധിച്ചത്. അതിന്റെ ഫലമോ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ മെട്രോ ശൃംഖല നമ്മുടെ ഇന്ത്യയിലാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ ദിവസേനയുള്ള യാത്രയാണ് ഇത് കാരണം എളുപ്പമായത്. ഇനി ആരോഗ്യരംഗത്തേക്ക് വന്നാലോ, അവിടെയും കാണാം വലിയ മാറ്റങ്ങൾ. 2014 വെറും 387 മെഡിക്കൽ കോളേജുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത് 818 അതായത് ഇരട്ടിയിലധികം. ഇതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. രാജ്യത്ത് കൂടുതൽ ഡോക്ടർമാരുണ്ടാകുന്നു. എല്ലാവർക്കും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ കിട്ടാനുള്ള സാധ്യത കൂടുന്നു. സാധാരണക്കാർക്ക് ചികിത്സാ സഹായം എത്തിക്കുന്ന കാര്യത്തിലും വലിയ മുന്നേറ്റമുണ്ടായി. ഉദാഹരണത്തിന് ആയുഷ്മാൻ ഭാരത് എന്ന ഒറ്റ പദ്ധതിയിലൂടെ മാത്രം 36 കോടി ജനങ്ങൾക്കാണ് ആരോഗ്യ ഇൻഷുറൻസ് കിട്ടിയത്. ഓർക്കണം, ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതികളിലൊന്നാണ്. വിദ്യാഭ്യാസ രംഗത്തും ഈ പുരോഗതി നമുക്ക് കാണാം. ഉന്നത വിദ്യാഭ്യാസത്തിന് ചേരുന്നവരുടെ എണ്ണം, അതായത് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 23.7% നിന്ന് 28.4% ഉയർന്നു. ചുരുക്കി പറഞ്ഞാൽ കൂടുതൽ യുവാക്കൾക്ക് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പോയി പഠിക്കാൻ അവസരം കിട്ടുന്നു എന്ന് തന്നെ. പിന്നെ ശാസ്ത്ര സാങ്കേതിക രംഗം, അവിടെ ഇന്ത്യ ശരിക്കും ലോകത്തെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. കോവിഡിനെതിരെ നമ്മൾ സ്വന്തമായി വാക്സിൻ ഉണ്ടാക്കി. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ആദ്യമായി കാലുകുത്തിയ രാജ്യമെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. സൂര്യനെ പഠിക്കാൻ ആദിത്യ L1 വരെ അയച്ചു. ഇതൊക്കെ ഇന്ത്യയുടെ ആ ശാസ്ത്രീയ മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണല്ലേ. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് ഇന്ത്യയുടെ ഭൂതകാലവും വർത്തമാനകാലവുമാണ്. ഇനി നമുക്ക് ഭാവി ലക്ഷ്യങ്ങളിലേക്ക് നോക്കാം. ഇന്ത്യയുടെ ആ ഒരു ദീർഘകാല കാഴ്ചപ്പാടില്ലേ, വികസിത് ഭാരത് 2047, അതിലേക്ക്. എന്താണ് ഈ വികസിത് ഭാരത് 2047? ഇതൊരു വലിയൊരു കാഴ്ചപ്പാടാണ്. ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ളൊരു സ്വപ്നമാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോഴേക്കും ഇന്ത്യയെ ഒരു പൂർണ്ണ വികസിത രാജ്യമാക്കി മാറ്റുക, അതാണ് ലക്ഷ്യം. ഇത് വെറും സാമ്പത്തിക വളർച്ചയുടെ മാത്രം കാര്യമല്ല കേട്ടോ. എല്ലാ പൗരന്മാർക്കും മെച്ചപ്പെട്ടൊരു ജീവിതം ഉറപ്പാക്കുന്ന ഒരു സമഗ്രമായ മാറ്റമാണിതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ലക്ഷ്യത്തിൻ്റെ ഒരു വലിപ്പം നിങ്ങൾ നോക്കിയേ. 2047 ആകുമ്പോഴേക്കും 30 മുതൽ 40 ട്രില്യൺ ഡോളർ വരെ വലിപ്പമുള്ള ഒരു സമ്പദ്വ്യവസ്ഥ, അതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊരു ചെറിയ ചാട്ടമൊന്നുമല്ല, ഒരു ഭീമൻ കുതിച്ചു ചാട്ടം തന്നെയാണ്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വലിയ സാമ്പത്തിക കണക്കുകൾക്ക് പിന്നിൽ മനുഷ്യന് പ്രാധാന്യം നൽകുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് എന്നതാണ്. അതായത് ഉയർന്ന GDP വളർച്ച നേടുക,
രാജ്യത്തു നിന്ന് ദാരിദ്ര്യം പൂർണ്ണമായി ഇല്ലാതാക്കുക, ഒപ്പം എല്ലാ പൗരന്മാർക്കും മെച്ചപ്പെട്ട ഒരു ജീവിത നിലവാരം ഉറപ്പാക്കുക. ഇതാണ് യഥാർത്ഥ ലക്ഷ്യം. ഓക്കെ, ഈ വലിയ കാഴ്ചപ്പാടൊക്കെ കൊള്ളാം. പക്ഷേ ഇതെങ്ങനെ യാഥാർത്ഥ്യമാക്കും? അതിനൊരു തന്ത്രമുണ്ട്. അത് 4 പ്രധാന തൂണുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഏതൊക്കെയാണ് ആ തൂണുകളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ 4 തൂണുകൾ ഇവയാണ്: 1 യുവജനങ്ങൾ, 2 ദരിദ്രർ, 3 സ്ത്രീകൾ, 4 കർഷകർ. എന്തുകൊണ്ടാണ് ഈ 4 വിഭാഗങ്ങളെ തിരഞ്ഞെടുത്തത്? കാരണം വളരെ ലളിതമാണ്. ഇവരുടെ പുരോഗതിയാണ് ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ പുരോഗതി എന്ന് പറയുന്നത്. വെറുതെ ഈ 4 തൂണുകൾ എന്ന് പറയുക മാത്രമല്ല, ഇവ ഓരോന്നിനെയും ശക്തിപ്പെടുത്താൻ വ്യക്തമായ പദ്ധതികളുമുണ്ട്. ഉദാഹരണത്തിന് യുവാക്കൾക്ക് വേണ്ടി സ്കിൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഒക്കെയുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾക്കായി PM ഗതിശക്തി, ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ജൽജീവൻ മിഷൻ, പൊതുജനാരോഗ്യത്തിന് സ്വച്ഛ് ഭാരത്, ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഭൂതകാലത്തെ ആ വളർച്ച കണ്ടു, വർത്തമാനകാലത്തെ ഈ കുതിപ്പ് മനസ്സിലാക്കി. ഇനി ഭാവിയിലേക്കുള്ള വ്യക്തമായ പദ്ധതികളെക്കുറിച്ചും കേട്ടു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അവസാനത്തെ ചോദ്യം ഇതാണ്: ലോകം ഒരു ഇന്ത്യൻ നൂറ്റാണ്ടിൻ്റെ ഉദയത്തിനാണോ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്?